നമ്മൾ വീനൊക്കെ തയ്ച്ചില്ലേ, അതിൻ്റെ അവസാനത്തെ പാർട്ടാണ്, അതായത് പാർട്ട് 3 ആണ് നമ്മൾ തയ്ക്കുന്നത്. നമ്മൾ ആ വീനൊക്കെ ഒരു ഇതിലേക്ക് നമ്മൾ വെട്ടി ശരിക്കും അത് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് ആ കഴുത്തിലേക്ക്, അത് രണ്ടിൻ്റെ അളവൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരുപോലെ ആയിരിക്കണം എന്നാലേ ഒക്കുള്ളൂ കേട്ടോ. ഇനി നമ്മൾ ആ കഴുത്തിലേക്ക് അത് വെച്ച് അടിക്കുവാണ്. അടിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, നമ്മൾ രണ്ടാമത് വെച്ചടിച്ച തുണിയുടെ ഒരു ശകലം തയ്യൽ തുമ്പ് ഇട്ടിട്ടേ തയ്ക്കാവുള്ളൂ. ആ തയ്യൽ തുമ്പ് വഴി തന്നെ നമ്മൾ തയ്ക്കണം. തയ്ച്ച് അതിൻ്റെ കുഴിവിൻ്റെ അവിടെ വരുമ്പോൾ ഒന്ന് നിർത്തിയിട്ട് വീണ്ടും നമ്മൾ തയ്ച്ച് ചുറ്റും നമ്മൾ തയ്ച്ചെടുക്കും. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത്, അത് തയ്ച്ചെടുത്ത് ഒരു പ്രാവശ്യം അടിച്ച് എല്ലാം ആക്കിയിട്ട് നമ്മളത് തിരിച്ചകത്തേക്ക് വെച്ചൊന്ന് മടക്കണം. മടക്കിയതിന് ശേഷം നല്ല ചുളുങ്ങാതെ മടക്കിയിട്ട് ആ മടക്കുപടി നമ്മളതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് തയ്ച്ച് നല്ലതായിട്ട് നമ്മുടെ നെക്കിൻ്റെ അതേ ഷേപ്പിൽ നമ്മൾ കൊണ്ടുവരണം. കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ 2 പീസ് തുണി എടുക്കണം. അതായത് തുണിയല്ല ഇവിടെ എടുക്കുന്നത്, ഞാനൊരു ലേസാണ് എടുത്തിരിക്കുന്നത്. അതെടുത്തിട്ട് നമ്മൾ ആ നെക്കിൻ്റെ തയ്ച്ച് മടക്കിയെടുത്തില്ലേ, എല്ലാം ഷേപ്പ് ആക്കിയതിന് ശേഷം അതിൻ്റെ സൈഡിലേക്ക് വെച്ച് നമ്മൾ എടുക്കുന്ന ആ ലേസ് 2ആയിട്ട് മടക്കണം. മടക്കിയതിന് ശേഷം ഇനി വേണം ഇത് പൈപ്പിങ്ങും വെക്കാം കേട്ടോ, പക്ഷേ നമ്മളിങ്ങനെ ഇതാണ് ഇച്ചിരി ഭംഗി. നമ്മൾ 2ആയിട്ട് മടക്കിയതിന് ശേഷം അതിൻ്റെ സൈഡ് വഴി അടിച്ച് വരണം. എന്നിട്ട് നമ്മൾ ആ കുഴിവ് വെട്ടിയില്ലേ, നെക്കിൻ്റെ വി ഷേപ്പിൻ്റെ കുഴിവ് വെട്ടിനടുത്ത് നിർത്തിയതിന് ശേഷം വീണ്ടും സൂചി എടുത്ത് വീണ്ടും ഒന്നുകൂടെ തയ്ച്ച് അത് ഷേപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ വീനെക്കിൻ്റെ കഴുത്ത് നല്ല നീറ്റായിട്ടിരിക്കും. എന്നിട്ട് നമ്മൾ തയ്ക്കുമ്പോൾ ആ വളവിനൊക്കെ വരുമ്പോൾ ഒന്ന് വെട്ടി കൊടുക്കണം. കാരണം നമ്മൾ അത് മടക്കുമ്പോൾ ചുളുക്കം വരാതിരിക്കാനാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. തയ്ക്കുമ്പോൾ എപ്പോഴും ഓർക്കണം, ഇത് ചുളുങ്ങരുത്. ചുളുങ്ങി ഒരു ഷേപ്പില്ലാതെ വൃത്തിയില്ലാതെയായി പോകും. അതുകൊണ്ട് ചുളുങ്ങാതെ നമ്മൾ തയ്ക്കും. അത് തന്നെ വെച്ച് നമ്മളത് പതിച്ചടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത് ചുളുക്കം വരും. ഉണ്ടോ, ചുളുക്കം വരാതെ ആദ്യം കൈകൊണ്ട് തന്നെ നമ്മളെല്ലാം ഒന്ന് ഷേപ്പ് ആക്കിയിട്ട് അടിക്കണം. അടിച്ച് കഴിഞ്ഞിട്ട് നമുക്കറിയാമല്ലോ ചുളുക്കം വരാതെ തയ്ക്കുന്നത്. അത് ആദ്യമായിട്ട് തുടക്കക്കാരൊക്കെയാണ് ശ്രദ്ധിച്ചോണം, ചുളുക്കം വരാതെ തയ്ക്കണം. എന്നിട്ട് നമ്മൾ അതിനടിയിലേക്ക് ലേസും കൂടെ വെച്ച് തയ്ക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കഴുത്ത് കാണാനായിട്ട്. ഇത് നമ്മൾ വീഡിയോയുടെ പാർട്ട് 3 ആണ്. അതിൻ്റെ 1ഉം 2ഉം കണ്ടതിന് ശേഷം ഇത് കാണാവുള്ളൂ, അല്ലേ നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല കേട്ടോ. നിങ്ങൾ പിന്നെ ഒരു കാര്യം ഓർത്തോളം, നിങ്ങൾ തയ്യൽ പഠിക്കുന്നവരെ ഇതെല്ലാം ഒന്ന് പേപ്പറിലോ അല്ലെങ്കിൽ റഫ് തുണിയിലോ വെട്ടി വെച്ചതിന് ശേഷം ആദ്യം ഒന്ന് തയ്ച്ച് നോക്കണം. എന്നിട്ട് നിങ്ങൾ പുത്ത തുണിയെ തയ്ക്കാവുള്ളൂ. അപ്പോൾ നമുക്ക് ഈ തയ്യലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കണേ, ഞാൻ കമൻറ്റ് ചെയ്ത് തരാവേ. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ തയ്യലിൻ്റെ വീഡിയോസൊക്കെ റെഗുലറായിട്ട് ഇടുന്നതാണ്. അപ്പം നിങ്ങളെ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കണം, അപ്പം നിങ്ങൾക്കത് കറക്റ്റായിട്ട് കിട്ടുമേ. പ്രത്യേകം ഓർത്തോണം, ഇതൊന്നും പുതിയ തുണിയൊന്നുമല്ല, പഴയ തുണികളാണ്. ഞാൻ നിങ്ങളെ ഒന്ന് തയ്യൽ എങ്ങനെയാണ് ഇതൊക്കെ തയ്ക്കുന്നതെന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പഴയ തുണിയിൽ എപ്പോഴും തയ്ക്കുന്നത്. ഇതുപോലത്തെ ഡിസൈനൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ആദ്യമേ പഴയ തുണിയിൽ ഒന്ന് തയ്ച്ച് പഠിച്ചതിന് ശേഷം പുത്തൻ തുണിയെ തയ്ക്കണേ. എൻ്റെ